ഞങ്ങളവിടെ 15-ാം തീയതി എത്തിയല്ലോ. 15-ാം തീയതി മുതലാണ് നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 8 സിക്ക് എന്ന് പറയുന്ന ബറ്റാലിയൻ വന്നു. 8 സിക്കിനോട് ആ ഫ്യൂച്ചറിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞതും അവരുടെ അറ്റാക്കെല്ലാം ഫെയിലായി എന്നുള്ളതും ഞാൻ പറഞ്ഞു. ഈ അറ്റാക്ക് ഇവരുടെ 2 അറ്റാക്ക് ഫെയിലായപ്പോൾ ഇവരോട് പറഞ്ഞു ഈ കംപ്ലീറ്റ് ഫീച്ചറിനെ എൻവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻവലപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ 4 ചുറ്റുന്നും വളയുകയാണ്. അപ്പോൾ ഈ 4 ചുറ്റൊന്നും വളഞ്ഞാൽ ഇതിലേക്ക് ആർക്കും അങ്ങോട്ടും പോകാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും പോകില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്ത് എൻഷുർ ചെയ്തു? ഇവർക്ക് യാതൊരു വിധത്തിലുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടില്ല. റീഎൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് റേഷൻ, അമ്യുനേഷൻ, മെഡിക്കൽ സപ്പോർട്ട്, ഇവാക്യുവേഷൻ ഓഫ് കാഷ്വാലിറ്റീസ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ അറ്റാക്കുകളൊക്കെ നടന്നിട്ടുണ്ടല്ലോ രാജ്യത്ത്. ഈ അറ്റാക്കുകൾ നടന്നിട്ടുള്ളിടത്തൊക്കെയും ഇവരുടെ ഡെഡ് ബോഡീസ് അവിടെ അതേമാതിരി കിടക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഡെഡ് ബോഡിയും മൊത്തത്തിലും വിട്ടിട്ടില്ല. ആരെങ്കിലും കാഷ്വാലിറ്റി ആയാലും ഇഞ്ചേർഡ് ആയാലും അത് മാട്ടുകാരാവുകയാണെങ്കിൽ അവർ ഉടനെ വെക്കേറ്റ് ചെയ്യാണ്. പക്ഷേ പാകിസ്ഥാനികൾ അങ്ങനെയല്ല. ഇവർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിൻ്റെ അവിടുത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ പിള്ളേർ അവരെ ആക്രമിച്ചതായോട് കൂടി അവരെല്ലാം ഓടി അവിടെ നിന്ന്. എങ്ങോട്ട് ഓടിയെന്ന് യാതൊരു വിവരവുമില്ല.